ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നല്ല അച്ഛനും അമ്മയും കൂടി മകൾക്ക് പറഞ്ഞു കൊടുക്കുവാണ്, നീ എന്ത് കാണിച്ചാലും വേണ്ടില്ല, അനന്തപുരിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജീവിക്കാനുള്ള മുതലും കൊണ്ട് ഇറങ്ങാവുള്ളെന്ന്. അതും പറഞ്ഞ് വേണു ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും അമ്മ വന്ന് മകളുടെ അരികിൽ ഇരുന്നിട്ട്, മോളെ ദേ നിൻ്റെ അച്ഛൻ പറയുന്നത് നീ കേൾക്ക്, നിൻ്റെ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നതെന്ന്. അങ്ങനെ മകൾ അതിനെപ്പറ്റി അവിടെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കനകത്തിനെയാണ്. കനകമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോവിന്ദേട്ടന് ചായ ആയിട്ട് അങ്ങ് വരിക. അപ്പോൾ ചായ കൊണ്ടേ കൊടുത്തിട്ട് ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. രാവിലെ ചായ കൊടുത്തിട്ട് അവൾ കുടിച്ചില്ല എന്ന് കനകം പറഞ്ഞു. വേണ്ടാന്നാ പറയുന്നതെന്ന് പറയുമ്പോൾ, നീ അവളെ തല്ലണ്ടായിരുന്നു, വഴക്ക് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ഗോവിന്ദേട്ടൻ ചോദിക്കുമ്പം, അതുപോലെ ഗോവിന്ദേട്ട എനിക്കങ്ങ് വല്ലാണ്ട് ദേഷ്യം വന്നതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ആ അനിയുടെ ഫോട്ടോ മാറി മാറി ആയിരുന്നെന്നൊക്കെ പറയുമ്പോഴേക്കും നന്ദു ഇങ്ങോട്ടേക്ക് വരുക കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുന്നു. നന്ദു ആണെങ്കിൽ ഇവരെ മൈൻഡ് പോലും ചെയ്യാതെ അങ്ങോട്ടേക്ക് പോവുക. ആ സമയത്ത് നന്ദുട്ടാ നീ ഒന്നും കഴിക്കുന്നില്ലേന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. മോളെ ദേഷ്യം വരുമ്പോൾ നിൻ്റെ അമ്മയുടെ സ്വഭാവം അത് നിനക്ക് അറിയാവുന്നതല്ലേ മോളെ എന്ന് ചോദിച്ചു. അപ്പോൾ അതുപോലെ എനിക്കും ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ടാച്ചാൽ മറ്റുള്ളവരെ പോലെ ഞാനും ഒരു മനുഷ്യനാണെന്ന് നന്ദു അന്നേരം പറഞ്ഞു. നന്ദുട്ടാ നീ ആഹാരം കഴിച്ചാലും ഇല്ലെങ്കിലും ശരി, അനി നിൻ്റെ പിന്നാലെ വരുന്നത് പോലെ നീ അനിയുടെ പിന്നാലെ പോയാലേ ഞാൻ പിന്നെ എന്താ ചെയ്യുക എന്ന് എനിക്ക് എന്നെ പറയാൻ പറ്റത്തില്ല എന്ന് കനകം നന്ദുവിനോട് പറഞ്ഞു. അതിന് ഞാൻ ആരുടെയും പിന്നാലെ പോയില്ലല്ലോ അമ്മയെന്ന് നന്ദു അന്നേരം പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോലും അവൻ കയറി വരുന്നതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും നന്ദു അമ്മയോട് ചോദിക്കുക. പിന്നെ ഒരു ദിവസം 10-60 കോൾ അവൻ എന്നെ വിളിക്കുന്നത്, അതിലൊരെണ്ണം പോലും ഇന്ന് വരെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നും നന്ദു പറയുന്നു. അവൻ അകന്നു പോകാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ടെന്നും നന്ദു പറയുക. എന്നിട്ട് പിന്നെ അവൻ്റെ ഫോട്ടോയിൽ നോക്കി ഇരുന്നതോ എന്ന് ചോദിക്കുമ്പം, അത് ഞാൻ മറ്റുള്ളവരുടെ ഫോട്ടോ നോക്കിയപ്പം അറിയാതെ നോക്കിയതാണെന്ന് അമ്മയോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു നന്ദു. അറിയാതെ വന്നതും അറിഞ്ഞുകൊണ്ട് വന്നതും ഒക്കെ അമ്മയ്ക്ക് മനസ്സിലാകുമെന്ന് പറയുമ്പം, മോളൊന്നും കഴിക്കാതെ പോവാ സമയത്ത് ഇനി കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഒന്നും നീ ഇങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞു ഗോവിന്ദേട്ടൻ. ഞാൻ എല്ലായിടത്തും മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കനകം. അപ്പം അച്ഛൻ മോളെ എന്തെങ്കിലും കഴിച്ചിട്ട് പോയി, ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അച്ഛനും അമ്മയും കഴിച്ചോളാൻ പറഞ്ഞു. എനിക്ക് വിശപ്പില്ലെന്നും പറഞ്ഞ് നന്ദു അവിടെ നിന്ന് അങ്ങ് പോയി. അത് പറഞ്ഞ് നന്ദു അങ്ങ് പോയപ്പോൾ കനകത്തിന് ഭയങ്കര സങ്കടമായിട്ടോ. കനകം അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ. ഇനിയിപ്പോൾ വാശി മാറാനേ കുറച്ച് സമയം എടുക്കുമെന്ന് ഗോവിന്ദേട്ടൻ അന്നേരം പറയാം. നയനമോള് വന്നിട്ട് പറഞ്ഞിട്ട് പോയത് ഗോവിന്ദേട്ടനും കേട്ടതല്ലേ എന്ന് ചോദിച്ചു കനകം. ഇനി പിള്ളേർ തമ്മിൽ അടുക്കാൻ നമ്മളായിട്ട് കാരണമാകരുതെന്നും, അങ്ങനെ പിള്ളേർ അടുക്കാതിരിക്കണമെങ്കിൽ അനാമികയും അനിയും തമ്മിൽ പൊരുത്തപ്പെട്ട് പോവുക വേണ്ടതെന്നും, ഇവിടെ അവർ തമ്മിൽ അകന്നുകൊണ്ടിരിക്കുകയാണെന്ന കാര്യവും മിക്കവാറും അവർ വേർപിരിയുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ ഗോവിന്ദേട്ടൻ ഇങ്ങനെ കനകത്തിനോട് പറയുമ്പം, അവർ വേർപിരിഞ്ഞോട്ടെ, എന്നാലും ആ സ്ഥാനത്ത് നമ്മുടെ മോള് കയറി ചെല്ലേണ്ട, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞ് കനകവും അകത്തേക്ക് കയറിപ്പോയി. അത് കഴിഞ്ഞ് ഗോവിന്ദേട്ടൻ ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അനി പോലീസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ നന്ദു അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ അനിയെ കണ്ടപ്പോഴത്തേക്കും നന്ദു മൈൻഡ് ചെയ്യാതെ പോകും. അപ്പോൾ ഹലോ മേഡം എന്നും പറഞ്ഞ് അനി നന്ദുവിനെ വിളിച്ച് നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. നന്ദുവിനാണെന്നുണ്ടെങ്കിൽ അനിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യം. അങ്ങനെ ദേഷ്യത്തോടെ നമ്മുടെ നന്ദു ഇങ്ങനെ നോക്കി നിൽക്കുക. വീട്ടിലെ കാര്യങ്ങൾ തീർന്നല്ലോ ഓർത്തിട്ട് അപ്പോഴത്തേക്ക് ഓടി അങ്ങ് ചെന്നിട്ട് അനിയുടെ കുത്തിന് കയറി അങ്ങ് പിടിച്ചിട്ട്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ ശല്യം ചെയ്യാൻ ഇങ്ങോട്ട് വരരുതെന്നും പറഞ്ഞുകൊണ്ട് നന്ദു ദേഷ്യപ്പെട്ടു. ഇത് നിന്റെ തറവാടൊന്നുമല്ല, പോലീസ് സ്റ്റേഷനാണെന്നും പറഞ്ഞ് നിനക്ക് എസ്ഐയുടെ പിന്നാലെ തന്നെ നടക്കണമല്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടു. അപ്പം നന്ദു ഇത് ഞാൻ അനിയാന്ന് പറഞ്ഞപ്പം, ആരും ആയിക്കോട്ടെ ഇപ്പം നീ എനിക്കൊരു ശല്യമാണെന്ന് നന്ദു അനിയോട് പറഞ്ഞു. ഇപ്പം ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ, ഇതൊരു താക്കിയതായിട്ട് നീ എടുത്തോളാനും ഇനി ഇവിടെ വന്നാൽ പോലീസുകാരുടെ മുന്നിലിട്ട് നിന്നെ ഞാൻ തല്ലി ശരിപ്പെടുത്തുമെന്നും നന്ദു അനിയോട് പറയുക. പറഞ്ഞത് നമുക്ക് മനസ്സിലായെന്ന് ചോദിച്ചു. ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ദേ അവിടുന്ന് ആ ASI സാർ ഇറങ്ങി വരുന്നത്. അപ്പം നോക്കണ്ടോ നീ എന്തേ നിന്നെക്കൊണ്ട് നീ പൊറുതിമുട്ടിയിരിക്കുക, ദേ ബന്ധങ്ങൾക്ക് ഇടിവ് തട്ടാതിരിക്കാനാണ് ഞാൻ എല്ലാം ക്ഷമിക്കുന്നത്, നിൻ്റെ വീട്ടിലുള്ളവരെയും എൻ്റെ ചേച്ചിമാരെയൊക്കെ ഓർത്തിട്ടാണെന്നൊക്കെ നന്ദു പറഞ്ഞു. അപ്പോഴത്തേക്കും എല്ലാവരും ഇവരുടെ ചുറ്റിനും വന്ന് ബാക്കിയുള്ള പോലീസുകാരൊക്കെ, പക്ഷെ അത് വെച്ച് നീ മുതലെടുപ്പ് നടത്തരുത് അനിയെന്നൊക്കെ പറയുമ്പോൾ നന്ദു എന്നോടെന്താ ഇപ്പോൾ ഒരു അന്യനെ പോലെ സംസാരിക്കുന്നതെന്ന് അനി ചോദിക്കുമ്പം, സംസാരിച്ചതല്ല നീ സംസാരിപ്പിച്ചതാണെന്ന് നന്ദു പറയുക. അത്രയ്ക്ക് നീ കാരണം ഞാൻ ശ്വാസം മുട്ടുവാണെന്നും നമ്മുടെ നന്ദു അനിയോട് പറഞ്ഞു. ദേ അനി, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. സ്വന്തം നാട്ടിലെ സ്റ്റേഷനിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടിയപ്പോൾ സന്തോഷമായിരുന്നു എനിക്ക്, എന്നാൽ ഇപ്പോൾ അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. ദൂരെ ഏതെങ്കിലും സ്റ്റേഷനിലായിരുന്നെങ്കിൽ നീ എന്നെ ഇത്രയ്ക്ക് ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു എന്നും പറഞ്ഞു. ഞാനിപ്പോൾ നന്ദുവിനൊരു ബുദ്ധിമുട്ടായില്ലേ എന്ന് അനി ചോദിക്കുമ്പം, എന്താ അതിൽ സംശയമെന്ന് ചോദിച്ചു. സഹിക്കാവുന്നതിലപ്പുറം ഞാൻ സഹിച്ചില്ലേ, ഇനി എനിക്ക് പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കാം. അതുകൊണ്ട് നീ ഈ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോയേക്കരുതെന്നും പറഞ്ഞു. പോടാ
എന്നും പറഞ്ഞുകൊണ്ട് അനിയെ പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു. അനിയാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ട് ചോളിപ്പോയി. എന്നിട്ട് അനി അങ്ങ് പോയിട്ടോ. നിങ്ങൾക്കാർക്കും എന്താ ഇവിടെ വേറെ ജോലിയൊന്നും ഇല്ലേന്നും വന്ന് നിന്ന പോലീസുകാരോട് ചോദിച്ചിട്ട് നന്ദു അകത്തേക്ക് കയറിപ്പോയി. നന്ദു അകത്തേക്ക് കയറിപ്പോയപ്പോൾ അനി കരഞ്ഞോണ്ട് ഇങ്ങനെ ഇറങ്ങി പോരും കേട്ടോ. എനിക്കത് സഹിക്കാൻ പറ്റിയില്ല നന്ദു അങ്ങനെയൊക്കെ പറഞ്ഞത്. ചങ്കു പൊട്ടിയാണ് നമ്മുടെ അനി അവിടുന്ന് പോരുന്നത്. അതുപോലെ തന്നെ നന്ദുവും ചങ്കു പൊട്ടിയാണ് അനിയോട് അങ്ങനെയൊക്കെ സംസാരിച്ചത് ഗതികേട് കൊണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ ആദർശം അവിടെ ഇരുന്ന് ഫോണിൽ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അനിയെ വിളിക്കുന്നു. അനി കോൾ എടുക്കുന്നില്ല. അപ്പോഴത്തേക്ക് നയനി അങ്ങോട്ടേക്ക് വന്നു. എന്താ ആദർശേട്ടാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അനിയെ കുറേ നേരമായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, അവൻ കോൾ എടുക്കുന്നില്ല എന്ന് ആദർശ് പറയുവാണ്. ബ്രാഞ്ചിൽ വിളിച്ചപ്പോൾ അവിടെ ചെന്നിട്ടില്ലെന്നാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പം പിന്നെ അവനിപ്പോൾ എവിടെ പോയതാ ആർക്കറിയാം. ഏത് നേരം അവൻ നന്ദുവിൻ്റെ പിന്നാലെയല്ലേന്നും ചോദിച്ച് നന്ദു സ്റ്റേഷനകത്തുണ്ടെങ്കിൽ പുറത്ത് അവൻ കാവൽ നിൽക്കും. അതാ ഇപ്പോൾ അവൻ്റെ പ്രധാന ജോലിയെന്നും പറഞ്ഞ് ആദർശ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. ഇങ്ങനെയുള്ള ഒരുത്തൻ എങ്ങനെയാണ് 3 ബ്രാഞ്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെ ചോദിച്ചു. അവൻ്റെ പോക്ക് ഇങ്ങനെയാണെങ്കിലേ ഞാൻ അവനെ പിടിച്ച് ഇവിടുത്തെ വെറും സ്റ്റാഫ് മാത്രം ആക്കുമെന്നൊക്കെ പറഞ്ഞു. അയ്യോ അതൊന്നും വേണ്ട എന്ന് നയനെ അന്നേരം ആദർശനോട് പറഞ്ഞു. ബിസിനസ്സിലെ ബന്ധങ്ങളൊന്നും നോക്കാൻ പറ്റത്തില്ലെന്ന് നയനെ. അവനെ എത്ര തവണ ഞാനും മുത്തശ്ശനൊക്കെ വാൺ ചെയ്തതാണെന്ന് അറിയാവോ? എന്നിട്ടെന്താ അവൻ തോന്നിയതുപോലെ ഇപ്പോഴും നടക്കുന്നത്? ഇവിടുത്തെ സ്റ്റാഫാക്കിയാൽ നമ്മുടെ കൺമുന്നിൽ തന്നെ അവൻ ഉണ്ടാകുമല്ലോ, ഇങ്ങനെ കറങ്ങി നടക്കില്ലല്ലോ എന്നൊക്കെ ആദർശ് പറഞ്ഞു. അവിടെ ഇപ്പോൾ ബ്രാഞ്ച് നോക്കാൻ കഴിവുള്ള മാനേജർമാരുണ്ടല്ലോ ആദർശേട്ടാ, എന്ന് വെച്ച് അവരെ മാത്രം ഏൽപ്പിച്ച് നമുക്ക് അങ്ങനെ മാറി നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു ആദർശേട്ടാ. നമുക്ക് വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ച് കൊടുക്കാൻ പറ്റുന്നവരെ ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിച്ച് കൊടുക്കുന്നതല്ലേ നല്ലത് എന്നാണ് അതിനെ ചോദിക്കുമ്പോൾ അവനിപ്പോൾ വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ. 3 ബ്രാഞ്ചിൻ്റെ തലപ്പത്തിരിക്കുന്നവന് നിന്ന് തിരിയാനുള്ള സമയം പോലും കാണില്ല. അവനെല്ലാം ഒന്നും നോക്കി പഠിക്കട്ടെ എന്ന് കരുതിയ ഇത്രയും വലിയൊരു ജോലി എടുത്ത് ഞാൻ അവൻ്റെ തലയിൽ വെച്ച് കൊടുത്തത്. എന്നിട്ട് അവനൊന്നും പഠിക്കുന്നില്ലെന്ന് മാത്രമല്ല, അവൻ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഞാൻ എന്തായാലും ആ വിഘ്നേഷിനെ ഒന്ന് വിളിക്കട്ടെ, അവന് ചിലപ്പോൾ അറിയായിരിക്കും അവൻ എവിടെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നയന കൂട്ടുകാരനെ വിളിക്കാൻ വേണ്ടി എടുത്തു ഫോണ്. എന്നിട്ട് കൂട്ടുകാരനെ വിളിച്ചു. ഹലോ നയനേച്ചി, എന്താ ചേച്ചി എന്ന് ചോദിച്ചോ ചെറുപ്പക്കാരൻ. അതിന് കൂടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അയ്യോ ഇല്ലല്ലോ ചേച്ചി. അപ്പോഴത്തേക്കും നയനി ഒന്ന് പേടിച്ചു. എന്നിട്ട് ആദർശം ഇങ്ങനെ നോക്കുക കേട്ടോ. നീ വെറുതെ കള്ളം പറയാൻ നിൽക്കരുത് കേട്ടോ. അയ്യോ കള്ളമല്ലേ ചേച്ചി, എൻ്റെ കൂടെ അനിയും ഇല്ല രാകേഷും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇതുപോലെ ഞാനൊരു സ്ഥലം വരെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിഘ്നേഷ് പറയുമ്പം അനിയങ്ങനെ നിന്നെ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല ചേച്ചി എന്ന് പറഞ്ഞു. അല്ല അവൻ ബ്രാഞ്ചിലൊന്നും പോയിട്ടില്ല, ആരും വിളിച്ചിട്ട് അവൻ ഫോണും എടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അന്വേഷിക്കാം ചേച്ചി, വിവരം കിട്ടുവാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറയും. ശരിയെന്നും പറഞ്ഞു ഫോണും കട്ട് ചെയ്തു. അപ്പോൾ വിഘ്നേഷിൻ്റെ കൂടെ അവൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പോയാൽ അത് ശരിയാവില്ല നേനെ, അവൻ്റെ അടുത്ത് സ്ട്രിക്റ്റ് ആവാതെ പറ്റത്തില്ലെന്നും പറഞ്ഞുകൊണ്ടായി ആദർശം. 3 ബ്രാഞ്ച് നന്നായി നോക്കിയാൽ പകുതി ഭാരം അവനെ ഏൽപ്പിക്കാമെന്ന് കരുതിയതാ. പക്ഷേ അവൻ്റെ പോക്ക് ഇതാണെങ്കിലേ ഒന്നും നടക്കത്തില്ലെന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അനിയെ കുറ്റപ്പെടുത്തുകയൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അത് വീടിനകത്തുള്ള പലരും മുതലാക്കുമെന്ന് പറഞ്ഞു നയന. 2 അനിയന്മാരുണ്ട്, 2ഉം ഒന്നിനൊന്നിനും മെച്ചവാ. ഒരുത്തനെ ബ്രാഞ്ച് ഏൽപ്പിച്ച അവൻ സന്തോഷത്തോടെ അത് ഏറ്റെടുത്തോളും. പക്ഷേ ആ ബ്രാഞ്ച് അധികം വൈകാതെ നമുക്ക് പൂട്ടേണ്ടി വരുമെന്ന് മാത്രം. വേറെ ഒരുത്തന് അങ്ങനെ വളഞ്ഞ വഴിയൊന്നുമില്ല, പക്ഷേ അവൻ ബ്രാഞ്ചിലേക്ക് തിരിഞ്ഞു പോലും നോക്കത്തില്ലെന്ന് മാത്രം. എന്ന് പറഞ്ഞ ആദർശ് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയാട്ടോ. അപ്പം നന്ദു ഇങ്ങനെ അനിയെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്ന് ആലോചിച്ചിട്ട് ഭയങ്കര വിഷമത്തോടെ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഗോവിന്ദേട്ടനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നന്ദു വീട്ടിലേക്ക് കയറി വന്നു. മോളെത്തി, ആഹാരം കഴിച്ച മോളെ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. പിന്നെ പട്ടിണി കിടന്നുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് നന്ദു അന്നേരം പറഞ്ഞു. അമ്മയും കൂടെ കേൾക്കാൻ പറഞ്ഞു നന്ദു. ഇന്നും അനി എന്നെ കാണാൻ വന്നിരുന്നു എന്ന കാര്യം നന്ദു കനകത്തിനോട് പറഞ്ഞു. ഇവിടെ ഞാൻ ദേഷ്യത്തിൽ പോയതുകൊണ്ട് അവനോട് ഞാൻ താക്കീതോടെയാണ് സംസാരിച്ചതെന്നും പറയാവുന്ന രീതിയിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നും നന്ദു ഇവരോട് പറയുക കേട്ടോ. എന്നെ കൊണ്ട് അത്രയ്ക്കൊക്കെ പറ്റുള്ളൂ എന്നും പറഞ്ഞു. ഇനിയും അവൻ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ എന്നെയല്ല അവനെയാണ് പറഞ്ഞ് തിരുത്തേണ്ടതെന്നും നന്ദു പറയുക. ഗോവിന്ദേട്ടാ, ഈ പയ്യൻ ഇത് എന്ത് ഭാവിച്ചിട്ടാണ് നടക്കുന്നതെന്ന് കനകൻ ചോദിക്കും. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ മോളുടെ മനസ്സിൽ ചാഞ്ചാട്ടം അതുണ്ടാകാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞു. അത് മൂർത്തീസ് ജ്വല്ലറിയുടെ 3 ബ്രാഞ്ച് നോക്കുന്നവനാനി. അവിടെ ഒന്നും പോകാതെയാണ് ഉത്തരവാദിത്തപ്പെട്ട ജോലിയിലിരിക്കുന്ന എൻ്റെ പിന്നാലെ അവനിങ്ങനെ ചുറ്റിത്തിരിയുന്നതെന്ന കാര്യം നന്ദു ഇങ്ങനെ ഇവരോട് പറഞ്ഞു. പോലീസുകാർക്കിടയിൽ പോലും ഇതിനെപ്പറ്റി സംസാരമുണ്ട്. അവരും ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ തല്ലിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു പോലീസുകാരി എങ്ങനെയാണ് പ്രതികളോട് പെരുമാറുന്നത് അതുപോലെയാണ് ഞാൻ അവനോട് പെരുമാറിയതെന്നൊക്കെ നന്ദു ഇവരോട് പറയുക. അനിയെ തല്ലുമൊന്നും വേണ്ട കേട്ടോ മോളെ എന്ന് പറഞ്ഞു. ഇങ്ങനെ പോയാൽ ചിലപ്പോൾ എനിക്ക് തല്ലേണ്ടി വരും അച്ഛാ, അത്രത്തോളം അവൻ കാരണം ഞാനിപ്പോൾ വേദനിക്കുന്നതെന്നൊക്കെ നന്ദു പറയുമ്പോൾ നന്ദുട്ടാ മോളെ, അമ്മ ഇന്നലെ പറഞ്ഞതൊക്കെ മോളങ്ങ് മറന്നേക്കാനായിട്ട് അമ്മ മോളോട് പറഞ്ഞു. എൻ്റെ മോള് സൂക്ഷിച്ചാൽ മാത്രം മതി. അമ്മയ്ക്കറിയാം മോളുടെ മനസ്സിൽ ഇപ്പോഴും അനിയോട് സ്നേഹമൊക്കെ ഉണ്ടെന്ന്. ആ ഒരു സ്നേഹം തെറ്റായ വഴിക്ക് പോകാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞു.
അപ്പോൾ എനിക്കറിയാം എന്നെ കൺട്രോൾ ചെയ്യാൻ. എന്നെ ഓർത്ത് എൻ്റെ അച്ഛനും അമ്മയും വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ലെന്ന് നന്ദു വന്നിട്ട് പറഞ്ഞു. അപ്പോഴത്തേക്കും അമ്മ മോളെ കെട്ടിപ്പിടിച്ച് ഭയങ്കര സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുമ്പം നന്ദു അവിടെ നിന്ന് അങ്ങ് കയറിപ്പോയി കഴിഞ്ഞപ്പം ദേ എനിക്ക് അതുപോലെ നമ്മുടെ മോളെ ഇഷ്ടമാണ്. മാത്രമല്ല നയനയ്ക്ക് വേണ്ടിയും നവ്യയ്ക്ക് വേണ്ടിയൊക്കെ ഒരുപാട് നിന്നിട്ടുള്ള ആളാണ് അനിയെ നമുക്ക് അങ്ങനെയൊന്നും വേദനിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു. അപ്പോൾ അവൾക്കും അവനെ അങ്ങനെ വേദനിപ്പിക്കാൻ ഒത്തിരി കഴിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ഗോവിന്ദേട്ട? കല്യാണം കഴിഞ്ഞ ഒരു പയ്യനല്ലേ അനിയെന്ന് ചോദിച്ചു. അത് മനസ്സിലാക്കാതെ അവൻ നന്ദുവിൻ്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് കനക അന്നേരം ചോദിച്ചു. ആ സമയത്ത് ഗോവിന്ദേട്ടനും ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവിടെ അനന്തപുരിയിൽ ദേവയാനി ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നു. ഇപ്പുറം ജലജയും ജാനകിയും വന്ന് പച്ചക്കറി അരിയുന്നു. അപ്പോൾ ഭയങ്കര കലിപ്പ്. ദേവയാനിയോടുള്ള കലിയൊക്കെ മുഖത്തും കരുക്കത്തിയിലും കാണാം ജാനകിക്ക്. അങ്ങനെ നോക്കും, ഇങ്ങനെ നോക്കുന്നു. അപ്പം നീ നിൻ്റെ മരുമകൾക്ക് ഇഷ്ടപ്പെട്ട പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണോ ജലജെ എന്ന് ദേവയാനി ചോദിക്കുമ്പം അങ്ങനെ വേണമല്ലോ എൻ്റെ ഏട്ടത്തി, നമുക്ക് 3 ആൾക്കേ ഓരോ മരുമക്കളുണ്ട്, അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ എന്ന് ജലജ ചോദിച്ചു. ഒരു വീട്ടിൽ 2 അടുപ്പ് വന്നതിൽ ഏറ്റവും കൂടുതൽ വിഷമം അച്ഛനും അമ്മയ്ക്കും ആയിരിക്കും എന്ന് ദേവയാനി പറയാം. പക്ഷെ അത് ഞാൻ കാര്യമാക്കുന്നില്ല. അനാമികയെ പോലെ ഒരുത്തിക്ക് വെച്ച് വിളമ്പാൻ എനിക്ക് ഒരു താല്പര്യവും ഇല്ല എന്ന് ദേവയാനി പറയുമ്പം അങ്ങനെ തന്നെയാ തിരിച്ചും. ഏട്ടത്തിയുടെ മരുമകൾക്ക് വെച്ച് വിളമ്പാൻ എനിക്കും ഒരു താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ് ജാനകി. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാവർക്കും വെച്ച് വിളമ്പുന്നത് ഞാൻ തന്നെ ആയിരുന്നില്ലേ ചോദിക്കുമ്പം ഏട്ടത്തെ അങ്ങനെ ത്യാഗം ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ, ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നല്ലോ, അവളെ കൊണ്ട് എന്താ അടുക്കളപ്പണിയൊന്നും ചെയ്യിപ്പിക്കാത്തതെന്ന് ചോദിച്ചു ജാനകി. വിഷം കലർന്ന പാല് കുടിച്ചതിന് ശേഷം എനിക്ക് വേറെ ആരും അടുക്കളയിൽ കയറുന്നത് ഇഷ്ടമല്ല എന്ന് ദേവയാനി പറയുമ്പം ഏട്ടത്തി വിഷം കലർന്ന പാല് കുടിച്ചതിൻ്റെ പിന്നിലുള്ള കഥയൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാമെന്ന് പറയുമ്പം അതെ എനിക്കറിയാം, പക്ഷേ അറിയാത്തതായി മറ്റു പലതും ഉണ്ടെന്ന് ദേവയാനി പറയുമ്പം അതറിയണമെന്ന് ഞങ്ങൾക്കില്ല ഏട്ടത്തി എന്ന് ജാനകി. അച്ഛനും അമ്മയ്ക്കും എന്ത് വിഷമം തോന്നിയാലും ശരി, ഇനി ഈ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോയാൽ മതിയെന്നും ജാനകി ദേവയാനിയോട് പറയുക. അനാമിക മോളിനി ഏട്ടത്തി നിങ്ങൾ കൊടുത്ത കഴിക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പം നിന്നെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ ജാനകി. നീ ഒരു കഴുതിയായ അമ്മായിമ്മയെന്നായിരിക്കും അനാമികയും അവളുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞപ്പം അവരൊക്കെ പറയുന്നതിന് മുന്നേ തന്നെ ഗോവിന്ദനും കനകയും പറഞ്ഞു തുടങ്ങി കാണും നയനയുടെ അമ്മായിമ്മ ഒരു കഴുതിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജാനകി ദേവയാനിയെ കളിയാക്കുന്നു. അപ്പം ജലജ ചിരിച്ചപ്പോൾ എന്തിനാ നീ ചിരിക്കുന്നതെന്ന് ചോദിച്ചു ദേവയാനി ജലജോട്. ഈ ചിരിയൊക്കെ മായും എന്ന് നമ്മുടെ ദേവയാനി അന്നേരം പറഞ്ഞു. നിനക്ക് കുഴപ്പമൊന്നുമില്ല, ഈ പറഞ്ഞതൊക്കെ ഓർത്ത് ഏറ്റവും കൂടുതൽ വേദനിക്കാൻ പോകുന്നത് ഈ ഇരിക്കുന്നവളാണെന്ന് പറയുമ്പം ഏട്ടത്തി വെറുതെ തർക്കിക്കാനും സംസാരിക്കാനും എനിക്ക് താല്പര്യമില്ല എന്ന് ജാനകി ദേവയാനിയോട് പറയുന്നു. എൻ്റെ മരുമകൾ ഇപ്പോൾ കഴിക്കാനായിട്ട് വരും, അവൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ജാനകി ഇരുന്ന് കൊത്തി അരിഞ്ഞുകൊണ്ടിരിക്കുക ഓരോ സാധനങ്ങൾ. നന്ദു അവിടെ ഇട്ട് നാണം കെടുത്തിയതിൻ്റെ പേരിൽ ഇതിലെ പോയെന്ന് പോലും അറിയത്തില്ല, ഇനി വല്ല ആത്മഹത്യ ചെയ്തെന്ന് പോലും ആർക്കും അറിയില്ല. നയനിയും ആദർശം കൂടെ അനിയെ അവിടെ കിടന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുക, പല വഴിക്കും അനിയെ തപ്പിക്കൊണ്ടിരിക്കുക. പക്ഷെ അനിയെ കിട്ടുന്നില്ല. ഇവനിത് എവിടെ പോയി കിടക്കുക, എടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഇതിപ്പോൾ അവൻ്റെ സ്വഭാവത്തിന് ഇപ്പം 3 ബ്രാഞ്ച് കൊടുത്തത് 1 ബ്രാഞ്ചായിട്ട് ചുരുക്കേണ്ടി വരും, അതുപോലും അവൻ്റെ സ്വഭാവം അനുസരിച്ച് കൊടുക്കാനുള്ള അർഹതയില്ലെന്നൊക്കെ പറഞ്ഞ് ആദർശ് പറയാം. അല്ലെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അവൻ ഇവിടുത്തെ സ്റ്റാഫ് ആക്കണമെന്ന് പറഞ്ഞു. ആദർശേട്ടാ അവൻ്റെ കാര്യത്തിൽ മാത്രം ഒരു കൺസിഡറേഷൻ വേണമെന്ന കാര്യം നയനി അന്നേരം പറയാം. ഒരു കാരണവശാലും എനിക്ക് ദോഷം ഉണ്ടാകുന്ന ഒരു നടപടിയും ആദർശേട്ടൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുതെന്നും പറഞ്ഞു. അപ്പോൾ ഉണ്ടാകരുതെന്ന് പറഞ്ഞാൽ വിളിച്ചാൽ കിട്ടണ്ടേ? അവൻ നോക്കുന്ന ബ്രാഞ്ചിൻ്റെ അടുത്തുള്ളവർ പോലും നമ്മുടെ മെയിൻ ബ്രാഞ്ചിൽ വന്നിട്ടാണ് സ്വർണം പർച്ചേസ് ചെയ്യുന്നത്. ആ സമയത്ത് എനിക്ക് പരിചയമുള്ളവരെയൊക്കെ ഞാൻ അവൻ്റെ ബ്രാഞ്ചിലേക്ക് കണക്ട് ചെയ്യുന്നില്ലേ? അത് വേറൊന്നും കൊണ്ടല്ല, അവിടെ സെയിൽ കൂടുതലും നടക്കട്ടെ എന്ന് കരുതിയിട്ടാണെന്ന് ആദർശ് പറയാം. അവൻ്റെ ബ്രാഞ്ച് പിന്നിലായി പോയി കഴിഞ്ഞാലേ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നും അത് അവൻ്റെ കഴിവുകേടാണെന്ന് എനിക്ക് പറയാൻ പറ്റുമെന്നും ചോദിച്ചു. അവിടെ ഇപ്പം നല്ല മാനേജർമാരുള്ളതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ ആദർശേട്ടാന്ന് നയന വീണ്ടും പറഞ്ഞു. അബിയും അനിയും നോക്കുന്ന ബ്രാഞ്ചുകളിൽ നമ്മുടെ മെയിൻ ബ്രാഞ്ചിലുള്ള മാനേജർമാരെയാണ് വെച്ചിരിക്കുന്നതെന്നും അത് നമ്മുടെ ഒരു ബ്രാഞ്ച് പോലും മോശം പെർഫോമൻസ് കാഴ്ചവെക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. എന്ന് വെച്ച് അവരെയൊന്നും സ്ഥിരമായിട്ട് അവിടെ നിർത്താൻ പറ്റില്ല എന്നും ആദർശ് പറയൂ കേട്ടോ. പല സ്ഥലത്തേക്കും ഇടേണ്ടതായിട്ട് വരുന്നുണ്ടെന്നും പറഞ്ഞു. പറ്റാത്തവർ ബിസിനസ് ചെയ്യാൻ നിൽക്കരുത്, അതാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അതുകൊണ്ട് എന്തിപ്പോൾ ചെയ്യാൻ പോകുന്നു ചോദിച്ചു. മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ പാർട്ട്നേഴ്സിൽ ഒരാളാണ് ഇനി, അതുകൊണ്ട് കമ്പനിയുടെ ലാഭവിഹിതം അവനും അവകാശപ്പെട്ടത് തന്നെയാണ്. അങ്ങനെയുള്ളപ്പോൾ ജോലിക്ക് പോയില്ലെങ്കിലും അവന് ലാവിഷായിട്ട് ജീവിക്കാനേ അതൊക്കെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അന്യൻ്റെ തണലിൽ ജീവിതകാലം മുഴുവൻ കഴിയണമെന്ന് അബിയെപ്പോലെ ആഗ്രഹിക്കുന്ന ഒരാളല്ല അനിയെന്ന് നയന പറഞ്ഞു. അവന് അവൻ്റേതായ കാഴ്ചപ്പാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നും പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ ആദർശങ്ങൾ ദേഷ്യത്തോടെ നിൽക്കുക. സത്യം പറഞ്ഞാൽ അവനൊരു കലാഹൃദയം ഉള്ളതുകൊണ്ട് ഈ ബിസിനസ്സിലൊന്നും പണ്ടേ താല്പര്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്നും
ഒരിക്കൽ അത് അവൻ എന്നോട് പറഞ്ഞിട്ടുള്ളതുമാണെന്ന് നയന ആദർശിനോട് പറയുമ്പം അവൻ അങ്ങനെ പറയുമ്പോഴേ ഒരു കാരണവശാലും താൻ അതിനെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കരുതെന്ന് പറഞ്ഞു ആദർശ്. അവൻ അത്യാവശ്യം നന്നായിട്ട് കവിതയൊക്കെ എഴുതും, അത് വായിച്ചിട്ട് വളരെ ബോറാണെന്ന് തുടക്കത്തിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1-2 മാഗസീനിലൊക്കെ അച്ചടിച്ച് വന്നപ്പോഴേ അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞു. പിന്നെ ഒരാൾക്ക് കലാഹൃദയം ഉണ്ടായി പോയി കഴിഞ്ഞാലേ മറ്റേത് ജോലിക്ക് പോയാലും അതിലൊന്നും യാതൊരു തൃപ്തി ഉണ്ടാവില്ല എന്നൊക്കെ പറയുവാണ്. അതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും കലയിലേക്ക് തിരിച്ചു പോകാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. പലരുടെയും കാര്യം എടുത്ത് നോക്കുക. ഇന്ന് കലയിൽ ഉന്നതിയിൽ നിൽക്കുന്ന പല ആൾക്കാരും നല്ല നല്ല ജോലികൾ ചെയ്തിട്ടുള്ളവരല്ലേ എന്ന് ചോദിച്ചു. എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ്, അങ്ങനെ പലരും അതിലുണ്ടെന്നും പറഞ്ഞു. പക്ഷേ അവർക്കൊക്കെ കലയോടുള്ള അത്രയും കമ്പം പ്രൊഫഷനോട് ഇല്ല എന്ന കാര്യങ്ങളും പറഞ്ഞ് ആദർശ് ഇങ്ങനെ നയനയോടെ എല്ലാം സംസാരിക്കട്ടെ. അപ്പോൾ അതുതന്നെ അനിയുടെ കാര്യത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അനന്തപുരി തറവാട്ടിലെ കലാഹൃദയം ഉള്ളവരും ഉണ്ട്, പക്ഷെ കലാകാരന്മാരങ്ങനെ ഉണ്ടായിട്ടില്ല, ബിസിനസ്സുകാർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എങ്കിലേ ഈ പാരമ്പര്യം നിലനിർത്താനായിട്ട് പറ്റുമെന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കുണ്ടല്ലോ കുറച്ച് കലാവാസനയൊക്കെ. ആ കലാവാസനയൊക്കെ കമ്പനിക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടല്ലോ. തന്നെ നമ്മുടെ വിവാഹത്തിന് മുൻപ് നിനക്കൊരു ആർട്ട് ഗാലറി ഉണ്ടായിരുന്നല്ലോ, അന്ന് നീയും നിൻ്റെ അച്ഛനും ഒക്കെ കലാവാസനയെ ബിസിനസ്സാക്കി മാറ്റിയവരല്ലേ എന്ന് ചോദിച്ചു. അതൊന്നും കുഴപ്പമുള്ളതല്ല, പക്ഷെ ഒരു നേരം പോക്കിന് വേണ്ടി ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലേ ജീവിതം വഴിമുട്ടി പോവത്തേ ഉള്ളൂ എന്നും പറഞ്ഞു. ആദർശും നയനയും കൂടി ഇങ്ങനെ ഇതിനെപ്പറ്റി അവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. പനി എങ്ങോട്ട് പോയെന്നോ എന്ത് ചെയ്യുന്നെന്നോ ഒന്നും ഇവർക്കറിയില്ല. മൊത്തത്തിൽ കാര്യങ്ങൾ കൊലക്കലങ്ങി കിടക്കുക. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. നന്ദി.